കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്രചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 74ാമത് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. ജൂൺ മാസം 28 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ കുളപ്പാടം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റുവൽ സിംഗ് M സ്വാഗതം ചെയ്ത് സംസാരിച്ചു. തുടർന്ന് സമുദ്ര ഫോക്ലോർ അക്കാദമി ചെയർമാൻ അജിത് ലാൽ, അരവിന്ദ് കണ്ണാശുപത്രിയിലെ ഡോക്ടർ ഗ്രീഷ്മ, അരവിന്ദ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ ഹേമചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തി വരുന്നുണ്ട്. ആകെ 450 പേർ പരിശോധന നടത്തിയ ക്യാമ്പിൽ നിന്നും 200 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 74ാമത് നേത്രചികിത്സാ ക്യാമ്പാണെങ്കിലും ഈ ക്യാമ്പ് തുടങ്ങിയിട്ടാണ് 10 വർഷം പിന്നിടുവാൻ പോവുകയാണ്. ഈ 10 വർഷം കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ക്യാമ്പിലൂടെ വന്നു പോയത്. 10,000-ൽ പുറത്ത് ഓപ്പറേഷനുകൾ സൗജന്യമായി ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ഈ ക്യാമ്പ് ഉണ്ടെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഏതാണ്ട് 4 ജില്ലയിൽ നിന്നാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ 4 മണി മുതൽ ഈ സ്കൂളിൻ്റെ മുൻവശത്ത് ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ 4 മണിക്ക് എത്തിയതുകൊണ്ട് ഏറെ പ്രയാസപ്പെട്ടത് ഞാനാണ്. കാരണം ഈ 4 മണി തൊട്ട് എനിക്ക് ഉറക്കമില്ല. അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഈ 4 മണിക്കൊക്കെ നല്ലോണം ഉറങ്ങുന്ന ആളുകളാണ്, ശല്യപ്പെടുത്തരുത്, ഒന്ന് നേരം വെളുത്തതിന് ശേഷം ഒന്ന് വിളിക്കാം, അങ്ങനെ ഒന്നുമില്ല. അതാണ് ചെറിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുന്നത്. എനിക്ക് മൊബൈൽ സൈലൻ്റ് ഇടാൻ കഴിയില്ല. അനാഥാലയം ഉണ്ടായതുകൊണ്ട് എവിടെ നിന്നും വിളി വരുന്ന സാഹചര്യമാണ്. എങ്കിലും ആ ക്യാമ്പ് തുടങ്ങുന്നത് തന്നെ എല്ലാവരും ലൈനായിട്ട് നിന്ന് ക്യൂ ആയിട്ട് നിന്നിട്ടാണ് ടോക്കണുകൾ മേടിച്ച് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ടോക്കൺ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ട കാഴ്ചയാണ്, ഒന്ന് ക്ഷമിക്കാനുള്ള മനസ്സില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ബിവറേജിൻ്റെ ക്യൂവിൽ എന്ത് ക്ഷമയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് അല്ലേ. അവിടെ ഒരു പ്രശ്നവുമില്ല. എത്ര സമയം ചെന്നാലും ആ ക്യൂവിൽ നിൽക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ എത്തുമ്പോഴാണ് തിക്കും തിരക്കും പ്രശ്നങ്ങളും ഒരു 5 മിനിറ്റ് ക്ഷമിക്കാനുള്ള സമയവും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇത് ഇവിടെ കൂടി എല്ലാവർക്കൂടെയും ആവശ്യമാണ്. കണ്ണിൻ്റെ കാഴ്ച ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് കാര്യവും ചെയ്യാൻ കഴിയും. ആ ഒരു ബോധത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ കാര്യം നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചെങ്കിൽ മാത്രമേ അത് ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരുവാൻ കഴിയുകയുള്ളൂ. ഇത് ഒട്ടനവധി പ്രശ്നങ്ങൾ എല്ലാ സമയങ്ങളിലും ക്യാമ്പിൽ നടക്കാറുണ്ട്. കഴിഞ്ഞ ക്യാമ്പിലും ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരമ്മ പാതി വഴിക്ക് ഇറങ്ങി. ആരോ പറഞ്ഞു സ്ഥലമെത്തിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇറങ്ങി. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി 2 പേരെ ഞങ്ങൾ കൂടെ വിടുന്നുണ്ട്. ഇത്രയും ജനങ്ങളും 350 ഓപ്പറേഷനാണ് എല്ലാ മാസവും ചെയ്യുന്നത്. 1500 പുറത്ത് ആളുകൾ ഈ ക്യാമ്പിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചെങ്കിൽ മാത്രമേ ഈ ക്യാമ്പ് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇന്നൊരു ദുഃഖമായ വാർത്ത കൂടി ഈ കൂട്ടത്തിലുണ്ട്. ഈ 10 വർഷമായി ഞങ്ങൾ ക്യാമ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ ദിവസവും ഈ ക്യാമ്പ് നടക്കുന്ന ദിവസം തന്നെ ഓപ്പറേഷന് കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ഇന്ന് പരിശോധന ചെയ്യുന്ന ഒരാളിനെയും ഓപ്പറേഷന് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അതിൻ്റെ കാരണം 3 ദിവസത്തേക്ക് ട്രെയിനിൻ്റെ ഗതാഗതം തടസ്സത്തിലായതുകൊണ്ട്
ഈ വരുന്ന ജൂലൈ മാസം 2-ാം തീയതിയും 6-ാം തീയതിയും മാത്രമേ 2 ദിവസമായിട്ട് മാത്രമേ ഇവിടുന്ന് ഓപ്പറേഷന് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിന് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് ആദ്യമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെ 3 സെൻറ്ററായി സമുദ്രത്തിന് ഇന്ന് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. അന്ന് എനിക്കും ഏറെ സന്തോഷമായിരുന്നു. കാരണം കല്ലുവാതിക്കൽ പഞ്ചായത്തിൻ്റെ ഒരു വാർഡ് നടക്കുമ്പോൾ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ 20 പേരെങ്കിലും കുടുംബശ്രീ യൂണിറ്റ് ഉണ്ടാവും. ഈ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീക്കാരും എല്ലാവരും അവിടെ എത്തുകയും വെറും കൈവീശിയല്ല വന്നത്, അവിടുത്തെ അച്ഛന്മാർക്കും അമ്മമാർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ബാഗുകളും പാത്രങ്ങളും തുണികളുമായിട്ട് ആ 2 ദിവസങ്ങളിൽ അപ്പുറം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു സന്ദർശനമായിരുന്നു അവർ നടത്തിയത്. ആ സന്ദർശനത്തെ ഞാൻ ഇന്ന് ഇതിലൂടെ എൻ്റെ സന്തോഷവും സ്നേഹവും അവർക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. നിങ്ങളും ഈ സെൻറ്ററിൽ വന്ന് കാണണം. അച്ഛനെയും അമ്മയും എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഓരോ മക്കളും അച്ഛനെയും അമ്മയും സ്നേഹിക്കേണ്ടത് എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൂടുതലായി ഒന്നും ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമുക്ക് ഉദ്ഘാടനമായി എത്തിയത് കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ കൂടിയായ ഫൈസൽ കുളപ്പാടമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരത്തില്ല. കാരണം ഒരു കുടുംബത്തിലെ എല്ലാവരും പഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും എല്ലാം ഭരിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. ഇത് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന വലിയൊരു കുടുംബം. പഞ്ചായത്ത് പ്രസിഡന്റാണ് ഫൈസൽ കുളപ്പടത്തിൻ്റെ അമ്മ, അല്ലേ? അച്ഛനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ സമൂഹത്തെ വാർത്തെടുക്കുവാൻ, നല്ലൊരു സമൂഹത്തിനെ സൃഷ്ടിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് നടത്തുന്ന വലിയൊരു കുടുംബത്തിലൊരു വലിയൊരു ജനപ്രതിനിധിയാണ് നമുക്ക് കിട്ടിയത്. അത് ഏറെ സന്തോഷവും ബഹുമാനവും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഫൈസൽ കുളപ്പാടത്തെ സ്നേഹത്തോടെ സമുദ്രം കൂട്ടുകുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ കിട്ടുവാനൊരു കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് അജിത് ലാൽ. ഇദ്ദേഹം നമ്മുടെ ഫോക്ലോർ അക്കാഡമിയുടെ ചെയർമാൻ കൂടിയാണ്. അതുവഴിയാണ് നമുക്ക് ഉദ്ഘാടനം ഇന്നിവിടെ കിട്ടിയത്. ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ സമുദ്രത്തിൻ്റെ ഫോക്ലോർ അക്കാഡമിയുടെ ചെയർമാൻ കൂടിയായ അജിത് ലാലിനെ സ്നേഹത്തോടു കൂടി ഈ സമുദ്രം കൂട്ടുകുടുംബത്തിൻ്റെ സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടേഴ്സ്, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാരെല്ലാം നമ്മളെ ഇന്നലെ തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടു കൂടി അവർക്കും സമുദ്രം കൂട്ടുകുടുംബത്തിൻ്റെ സ്നേഹവും സ്വാഗതവും ആശംസിച്ചുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഈ ക്യാമ്പിൻ്റെ കോർഡിനേഷൻ ചെയ്യുന്നത് ഹേമേന്ദ്ര സാറാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. സാറിൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഈ എല്ലാ സ്ഥലങ്ങളിലും ക്യാമ്പ് നടത്തുമെങ്കിലും ഞങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാ മാസവും ക്യാമ്പ് നടത്തുന്നത്. സ്നേഹത്തോടെ ഹേമേന്ദ്ര സാറിനെയും സമുദ്രം കൂട്ടുകുടുംബത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. ഇവിടെ ക്യാമ്പിനായി വിവിധ മേഖലകളിൽ നിന്നും എത്തിച്ചേർന്ന സ്നേഹം നിറഞ്ഞ അമ്മ അച്ഛന്മാർ ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു ക്യാമ്പ് നടത്തുന്ന സന്ദർഭത്തിൽ അധികമായിട്ടുള്ള ഒരു സംസാരം ശരിയല്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഈ ജില്ലയ്ക്ക് അപ്പുറത്തു നിന്ന് പോലും ഇവിടേക്ക് കടന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ ഈ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നതിനും അതോടൊപ്പം തന്നെ നമുക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനും വേണ്ടിയാണ്. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇവിടെ ഈ നേത്ര പരിശോധനാ ക്യാമ്പ്, അതും 74ാമത്തെ തവണയാണ് നടത്തുന്നത്. 1, 2, 3 തവണ നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു പേരിന് വേണ്ടി നടത്തുന്നതാണ് എന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെയെല്ലാം ഞെട്ടിക്കുന്ന നിലയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത്രത്തോളം വിപുലമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. പേരിന് വേണ്ടി 1, 2 ക്യാമ്പുകൾ സംഘടിപ്പിക്കും, അത് കഴിയുമ്പോൾ അവസാനിപ്പിക്കും. പക്ഷേ ഇവിടെ ഒരു അർപ്പണ
ബോധവും ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും അതെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു ക്യാമ്പ് വളരെ മനോഹരമായിട്ട് മുഴുവൻ ആളുകൾക്കും ഗുണകരമാകുന്ന നിലയിൽ സംഘടിപ്പിക്കുമ്പോൾ എത്ര പ്രശംസിച്ചാലും മതിവരാത്ത അത്രയും ആത്മാർത്ഥത ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും. ഇവിടെ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിൻ്റെ സമുദ്രത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. അതിലെ ജലം ഒരിക്കലും വറ്റിപ്പോകില്ല. അതുപോലെ തന്നെ ഇവരുടെ സ്നേഹവും ഒരിക്കലും വറ്റിപ്പോകില്ല എന്നതാണ് ഈ ക്യാമ്പ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നത്, നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട കാര്യം. വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 200-ലധികം ആളുകളെ ഓപ്പറേഷൻ സൗജന്യമായി ചെയ്യുവാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് അത്രത്തോളം നമുക്ക് ഗുണമാണ്. നമ്മൾ ഇങ്ങനെല്ലാം പോകുന്നത് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി പെടാപ്പാട് പെടുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മൾ ദുരിതം അനുഭവിക്കുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്. ചികിത്സ, ഒരു വീട്ടിൽ ഒരാളൊരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം ശിഥിലമായി പോവുകയാണ്, താറുമാറായി പോവുകയാണ്. ആ ഹോസ്പിറ്റലിൽ നിന്നും വെളിയിലിറങ്ങുമ്പോൾ അവൻ്റെ കിടപ്പാടം ഉൾപ്പെടെ പണയം വെക്കേണ്ട സാഹചര്യം വരുന്നു. ആളുകളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കേണ്ട സാഹചര്യം വരുന്നു. അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു പരിധിവരെ നമ്മയെല്ലാം ചേർത്ത് നിർത്തുന്നത് ഇതുപോലെയുള്ള സംഘടനകൾ, മനുഷ്യത്വം ഒരു കണിക പോലും വറ്റിപ്പോകാത്ത കുറേ ആളുകളുടെ ഒരു സ്നേഹമാണ് നമ്മളെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത്. എത്രയോ ആളുകൾ ദുരിതമനുഭവിക്കുന്നവർക്ക് ഒരു താങ്ങായി ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മലയാളികൾക്കെല്ലാം അഭിമാനപൂർവ്വം പറയുവാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ അഗതികൾ, അനാഥരായിട്ടുള്ളവരെ എല്ലാം പരിപാലിക്കുന്ന ഒരു കെട്ടിടം ഇനിയിപ്പോൾ നിർമ്മിക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ നിലവിൽ ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ അനാഥരായി നിൽക്കുന്നവരെ പരിപാലിക്കുന്ന, അവിടെ പാർപ്പിക്കുന്ന സംവിധാനം ഇവിടെ ഉണ്ട്. അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിൻ്റെ ചെയർമാൻ റുവൽ സിംഗ് അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹവും വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിതം പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അദ്ദേഹം അവിടെയുള്ള ആളുകളെ മക്കളെപ്പോലെ കാണുന്നു, അല്ലെങ്കിൽ സഹോദരനെ പോലെ കാണുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആത്മാർത്ഥത നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. ദിവസങ്ങളോളം ഉറക്കം ഇല്ലാത്ത രാവുകൾ സമ്മാനിച്ചുകൊണ്ട് ആ ഉറക്കത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ഇടയിലുള്ള നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രത്തോളം ആത്മാർത്ഥമായി എല്ലാ ദിവസവും 24 മണിക്കൂർ അവേഴ്സും ഇതിനു വേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ദീർഘിപ്പിക്കുന്നില്ല. ഇത് നമുക്ക് നല്ല രീതിയിൽ വിപുലീകരിക്കണം. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നിലയിലേക്ക് ഇത് മാറ്റിയെടുക്കണം. ഒരു ആശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കാരുണ്യത്തിൻ്റെ കണിക ഈ കല്ലുവാതുക്കൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മുഴുവനും അറിയിക്കുവാൻ വേണ്ടി സന്നദ്ധമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. ഇന്നിവിടെ വന്നിട്ടുള്ള ഒരുപാട് പ്രായമായിട്ടുള്ള അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അവരുടെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഒരു പരിധിവരെ മാറ്റുവാൻ, കണ്ണ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ മാറ്റുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് കാര്യം. ഈ ഓപ്പറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഓപ്പറേഷൻ ചെയ്യുന്ന പല ആളുകളും കണ്ണട പോലും ഇല്ലാതെ പിന്നീട് വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ മുഖ്യമന്ത്രി അത് പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അദ്ദേഹം വെക്കുന്ന
കണ്ണട കാണാതിരുന്നപ്പോൾ ചോദിച്ചു. അവൻ പറഞ്ഞു ഞാനൊരു ഓപ്പറേഷൻ ചെയ്തു, അതിനുശേഷം പിന്നെ എനിക്ക് കണ്ണടയുടെ ആവശ്യമില്ല, കാണുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് മാറുവാൻ വളരെ വിദഗ്ധരായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം തന്നെ ഇവിടെ നിൽക്കുകയാണ്. എത്രയോ ആളുകളാണ് ഇവിടെ ഇതിനു വേണ്ടി വന്നിട്ടുള്ളത്. ഈ ക്യാമ്പ് ഏകദേശം രാത്രിയാവും, വൈകുന്നേരം വരെ ഈ ക്യാമ്പ് ഇവിടെ ഉണ്ട്. എല്ലാവരും വളരെ ക്ഷമാപൂർവം ഇവിടെ ഈ ക്യാമ്പിൽ ഇരിക്കണം. നമുക്ക് എല്ലാവർക്കും തിരക്കുണ്ട്, വെപ്രാളമുണ്ട്. പക്ഷേ അവർ അതിൻ്റെ അടുക്കും ചിട്ടയിൽ കാര്യങ്ങളെല്ലാം ചെയ്യും. ഇവിടെ ആളുടെ വലിപ്പമോ മറ്റൊന്നും ഇവിടെ നോക്കാറില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും തുല്യ നീതി എന്നുള്ളതാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയുമാണ് ഞങ്ങൾക്കുള്ള പ്രോത്സാഹനം, ഇവർക്കുള്ള പ്രോത്സാഹനം എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ നല്ല രീതിയിൽ നടത്തുന്ന ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എനിക്കൊരു അവസരം നൽകിയ ഈ ക്യാമ്പിൻ്റെ ഈ ചെയർമാൻ, ഈ സംഘടനയുടെ ചെയർമാൻ റുവൽ സിംഗ് അവർക്കും അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അജിത് ലാലിനും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പിൻ്റെ എല്ലാ ഭാരവാഹികളും, ഒരുപാട് ആളുകളുണ്ട് ഈ കർട്ടൻ്റെ പിന്നിൽ നിന്ന് ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച അവരുടെ മുഖങ്ങളെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 17 ദിവസം കഴിഞ്ഞ് നമ്മുടെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം നിർവഹിച്ചിട്ട് ഞങ്ങളെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഞങ്ങളുടെ പുതിയ ബിൽഡിംഗ് വരുന്നു, പുതിയ 7 കുട്ടികൾ ഉൾപ്പെടെ നമുക്ക് വളരെ മനോഹരമായ അന്തരീക്ഷത്തെ നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞു, പക്ഷെ ആ ബിൽഡിങ്ങിലേക്ക് മാറുവാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ്. കാരണം വെച്ചാൽ അച്ഛനമ്മമാർ കിടക്കാനുള്ള കട്ടിൽ ഉൾപ്പെടെ, ബെഡ്ഷീറ്റ്, തുണികൾ ഉൾപ്പെടെ ഒരു കാര്യങ്ങളും കൃത്യമായി നമുക്കിവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല. വലിയൊരു ബിൽഡിംഗ് പണിഞ്ഞപ്പോൾ വലിയൊരു തുക അവിടെ ചിലവായി. പക്ഷേ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ ഒക്കെ ഒരുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം സുമനസ്സരായ ആൾക്കാരുടെ എല്ലാം സഹായം കൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രവർത്തനങ്ങളെ ഏകോപിച്ചു മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ കുളപ്പാടത്തോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ജില്ലാ പഞ്ചായത്തിലുമൊക്കെ പ്രോജക്റ്റുകൾ വെക്കുമ്പോൾ ഇപ്പോൾ വയോജന വകുപ്പ് തന്നെ രൂപീകരിക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികൾ, കട്ടുകൾ ഉൾപ്പെടെയുള്ള വയോജനങ്ങൾക്ക് കട്ടിൽ കൊടുക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെയുണ്ട്. അത് ഇത്തരത്തിൽ വയ്യാത്ത അച്ഛനമ്മമാർക്ക് കിടക്കുന്നതിനുള്ള കട്ടിൽ നമ്മുടെ പ്രോജക്റ്റിൽ നമുക്കും കൂടി ഉൾപ്പെടുത്തി നൽകണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പ് 74ാമത് ക്യാമ്പാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും കാഴ്ചയുടെ സന്തോഷം ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അമ്മമാരോടും അച്ഛന്മാരോടും പറയാനുള്ളത്, എല്ലാവരും വളരെ ക്ഷമയോടെ ലൈനിൽ നിൽക്കണം. പിന്നെ നമുക്ക് കണ്ണിൽ തിമിരമുള്ളവരെ എല്ലാവരെയും നമുക്ക് ചിലപ്പോൾ കൊണ്ടുപോകാൻ സാധിച്ചെന്ന് വരില്ല. അതിൽ ഹൃദ്രോഗികൾ, അങ്ങനെ കണ്ണിന് ഞരമ്പിന് ബാധിപ്പുള്ളവർ, അപ്പം അവരെ ഒന്നും നമുക്ക് ഇവിടുന്ന് ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട് അതെല്ലാം തുറന്ന് ഡോക്ടറുടെ അടുത്ത് പറയണം. അത്രയേ ഉള്ളൂ. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി. ഞാൻ പറയുന്നത് 2023-2024 വരെ എത്ര പേഷ്യൻസ് വന്നാലും 200-300 പേർ വരെ നമ്മൾ ഓരോ ദിവസം തന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവിടെ കൊണ്ടുപോയിട്ട് മാക്സിമം പേഷ്യൻസിക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. കാരണം ഓരോരുത്തരും എല്ലാവർക്കും ഒരേ മുറി കിട്ടില്ല, എല്ലാവർക്കും ഒരേ ഫ്ലോറ് ഒരേ തളം കിട്ടില്ല. അപ്പം കുറച്ച് ആൾക്കാരെ 2ാമത്തെ നിലയിലും, കുറച്ച് ആൾക്കാർ 3ാമത്തെ നിലയിലും, കുറച്ച് ആൾക്കാർ 4ാമത്തെ നിലയും കൊണ്ടുപോയി നിൽക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് പേഷ്യൻസ് തന്നെ പറയുന്നത്, എൻ്റെ കൂടെ വന്ന ആ കക്ഷി വേറെ ഒരു മുറിയിലുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നു. അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന് ഒരു ചേച്ചി വേറെ ഒരു മുറിയിലുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നു. അല്ലെങ്കിൽ പുറത്ത് ചായ കുടിക്കാനോ വേറെ എന്ത് കാര്യത്തിന് വേണ്ടി പുറത്ത് പോകുന്ന ആൾക്കാർ വീണ്ടും സ്വന്തം ഫ്ലോറിലും സ്വന്തം റൂമിലും വന്ന് തിരിച്ച് അറിഞ്ഞ് വന്ന് എത്തുന്നതും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻസിക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ മാറ്റിയത് ആദ്യത്തെ ഒരു 150 പേരെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു 100 അല്ലെങ്കിൽ ഒരു 120, 120, 150 പേരെ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഒരു 3 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോകാൻ തീരുമാനിച്ച് 2025 തൊട്ട് നമ്മൾ അങ്ങനെ ചെയ്തായിരുന്നു.
ഒരു രണ്ട് ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോയായിരുന്നു. പക്ഷേ ഇന്ന് മിഞ്ഞാന്ന് വെള്ളിയാഴ്ചയാണ് അറിയാൻ വന്നത് ഇവിടുത്തെ ട്രെയിൻ ക്യാൻസലായി. പണ്ട് ഇതേപോലെ ഒരു പ്രാവശ്യം നടത്തിയായിരുന്നു. വൈകിട്ട് 6 മണിത്തെ ട്രെയിൻ ക്യാൻസലായി. പിന്നെ എല്ലാ പേഷ്യൻസും അവിടെ സ്റ്റേഷനിൽ തന്നെ വെയിറ്റ് ചെയ്തിട്ട് രാത്രി 10 മണിക്കുള്ള ട്രെയിനിലാണ് ഇവിടുന്ന് കയറിയത്. പക്ഷേ ഇപ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ 2 ട്രെയിനും ക്യാൻസലാണ്. ഇവിടുന്ന് 6-6:30 പോകുന്ന മധുര ട്രെയിനും ക്യാൻസലായി. അതേപോലെ രാത്രി 10 മണിക്ക് വരുന്ന പാലരുവി ആ ട്രെയിനും ക്യാൻസലായത് കൊണ്ട് ഇന്ന് ആരും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായി. അപ്പോൾ പേഷ്യൻസിന് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇവിടെ മെയിനായിട്ട് കൂടുതലായിട്ട് വരുന്ന രോഗികൾ എല്ലാം തയ്യാറായിട്ടാണ് വരുന്നത്. ബാഗ് എല്ലാം എടുത്തിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും തയ്യാറായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അത് കുറച്ച് സഹിച്ചേ പറ്റൂ. ഇത് നമ്മുടെ ഒരു ഏർപ്പാടോ അല്ലെങ്കിൽ ഇവിടുത്തെ സാർ പറഞ്ഞതോ അല്ല, ട്രെയിൻ ക്യാൻസൽ ആയത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ആദ്യം ഒരു 150 പേർ വരെ ഇന്ന് കൊണ്ടുപോകില്ല. വ്യാഴാഴ്ച പോകാനായിട്ടുള്ള ഒരു ടോക്കൺ തരും. വ്യാഴാഴ്ച നമ്മൾക്ക് അത് എവിടെയാണ് വരണം, ഏത് സമയത്താണ് വരേണ്ടത്, സ്ഥലം എവിടെയെല്ലാം നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് വരുന്ന ആൾക്കാർ വീണ്ടും വേറെ ഒരു ഡേറ്റ് ഇട്ട് തരും. അപ്പം ദയവേത് നിങ്ങൾ ശ്രമക്കാക്കുക. അതേപോലെ ഇവിടെ ഡോക്ടർ പറഞ്ഞ പോലെ നിങ്ങളുടെ രോഗം തുറന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ കൊണ്ട് ഇതും ചെയ്യാൻ കഴിയും. രോഗം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് 20 കൊല്ലത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 30 കൊല്ലത്തിന് മുമ്പ് ഹാർട്ടിൻ്റെ സർജറിയോ ഹാർട്ടിൻ്റെ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റോ അങ്ങനെ ഇതും എടുത്ത് കാണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ 20-30 കൊല്ലത്തിന് മുമ്പ് ചെയ്തതാണ്, അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലില്ല, അപ്പോൾ അത് പറയാൻ വേണ്ടിയ ആവശ്യം ഇല്ലെന്ന് വെച്ചാൽ അല്ല. എന്ത് രോഗം ഇരുന്നാലും ചെറിയ തലവേദനയോ ചെറിയ പണിയോ ഏത് ഉണ്ടായാലും ഇവിടെ ഡോക്ടറെ അടുത്തും 6ാമത്തെ കൗണ്ടർ വരുന്നിടത്തും നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയൂ. പിന്നെ ഉള്ളത് അവിടെ ഒരുപാട് ബൈസ്റ്റാൻഡർമാർ ഇന്നും വരുന്നുണ്ട്. കാരണം നമ്മൾ എത്ര പറഞ്ഞിട്ടും ബൈസ്റ്റാൻഡർമാർ നിൽക്കുന്നില്ല. നമ്മൾ പാസ് കൊടുക്കുന്നത് തന്നെ ഒരു 30-40 പേരാകുന്നു. കാരണം നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്ന രോഗികൾക്ക് മാത്രമേ ബൈസ്റ്റാൻഡർ വേണ്ടി വരും. അതിൻ്റെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡർ മാത്രമേ നമ്മൾ പാസ് കൊടുക്കാൻ കഴിയും. പക്ഷെ പാസ് ഇല്ലാതെ തന്നെ ഒരു 30-40 പേര് എക്സ്ട്രാ ആയിട്ടാണ് അവിടെ വരുന്നത്. പക്ഷെ അവിടെ വന്ന് അകത്ത് താമസിക്കുന്നില്ല, പുറത്താണ് നിൽക്കുന്നത്. പുറത്ത് നിന്നാലും ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു. കാരണം അവിടെ ആശുപത്രിയാണ്. തിങ്കളാഴ്ച ആകുമ്പോൾ എല്ലാ ക്യാമ്പിലും നിന്ന് വന്ന ആൾക്കാരുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞ ബൈസ്റ്റാൻഡർമാരുണ്ടാവും. അതിൻ്റെ കൂടെ നേരിട്ട് ആശുപത്രിക്ക് വരുന്ന രോഗികളുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളും ഇടയ്ക്ക് അവിടെ വന്ന് നിന്നിട്ട് അടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം ദയവേത് നിങ്ങൾ മാറി നിൽക്കി. പാസ് ഇല്ലാതെ ആൾക്കാർ വരവേണ്ടാന്ന് പറഞ്ഞതില്ല. നിങ്ങൾ അവിടെ പുറത്ത് റൂം എടുത്ത് സ്റ്റേ ചെയ്യണം. പക്ഷെ അങ്ങനെ ആരും ചെയ്യുന്നില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എല്ലാവരും പുറത്താണ് നിൽക്കുന്നത്. നമ്മൾ ഏതെങ്കിലും പറഞ്ഞാൽ അവിടെ വെച്ച് ചൂടാകുന്നു. എന്നോടും അവിടുത്തെ സെക്യൂരിറ്റിയോടും അവിടുത്തെ സ്റ്റാഫുമായിട്ട് ചൂടായിട്ട് സംസാരിക്കുന്നു. ഒരു വർഷം അടിക്കാനും തല്ലാനും പോകുന്നു നമ്മുടെ സ്റ്റാഫിനോട്. ഇതൊക്കെ ശരിയായിട്ടുള്ള രീതിയല്ല. ഒരു കാര്യം മനസ്സിലാക്കി, ഇവിടെ കൂടുതൽ ആശുപത്രി ചെയ്യാത്തതാണ് അരവിന്ദ് ആശുപത്രി ചെയ്യുന്നത്. എന്നിട്ടും അതിൻ്റെ ഒരു നന്ദിക്കേട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി നിങ്ങൾ പാലിക്കുന്നില്ല. അപ്പം ഇതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കേ കിട്ടുള്ളൂ, നമുക്കല്ല. ഇനി ഇത്ര ആൾക്കാർ ഇനി വേണ്ട, ഒരു മാസം 50 പേര് മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടും പറയുന്നത് നമ്മുടെ ടീമുക്ക്, നമ്മുടെ സ്റ്റാഫും നമ്മുടെ ഡോക്ടർക്ക് മാത്രമല്ല, ഇവിടുത്തെ ക്യാമ്പ് നടത്തുന്ന സാറുമാർക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. സാറ് പറയുന്നത് രാവിലെ 4 മണിക്കൊക്കെ വിളി വരുന്നത് ഉണ്ടാവില്ല. ചിലപ്പോൾ 3-3:30 മണി, ചിലപ്പോൾ 2:30 മണിക്ക് കൂടെ സാർക്ക് കാല് വന്നിട്ടുണ്ടാവും. ആവശ്യമില്ലാതെ അവിടെ എന്നെ വിളിച്ചിട്ട് രാവിലെ 2:30 മണി 3 മണിക്ക് വിളിച്ചിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഇപ്പം എന്താ ചെയ്യേണ്ടത്? 3 മണിക്ക് വിളിച്ച് ചോദിച്ചാൽ ഞാൻ എന്താ പറയാണ്? അതേപോലെ ബൈസ്റ്റാൻഡർമാർ, പിന്നെ പ്രധാനപ്പെട്ട രോഗികൾ, കൂടുതലായിട്ടുള്ള ആൾക്കാർ വീട്ടിൽ അറിയിക്കാതാണ് വരുന്നത്. ചോദിച്ചാൽ എൻ്റെ മോന് ഞാനും അത്ര ഒരു ടേംസിലല്ല, എൻ്റെ മോനും ഞാനും അത്ര ഒരു ടേംസിലല്ല, എൻ്റെ മക്കളും ഞാനും അത്ര ഒരു ഇതിലല്ല. അപ്പം അതുകൊണ്ട് പറഞ്ഞാലും ഒരു കാര്യമില്ല, അവൻ എന്നോട് മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയാതെ വരുന്നു. പക്ഷേ നിങ്ങളുടെ മക്കൾ ഇന്ന് ഒരു ദിവസം വിട്ടിട്ട് നാളെ തൊട്ട് നിങ്ങളെ തിരക്കും. എൻ്റെ അച്ഛനെ കാണില്ല, എൻ്റെ അമ്മയെ കാണില്ല. പിന്നെ ഇവിടെ വന്ന് സാറുമായിട്ട് പരാതി കൊടുക്കുന്നത്, ഇവിടുത്തെ സാറുമായിട്ട് നേരിട്ട് പോലീസിൽ പോയി പരാതിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ വരുന്ന അച്ഛന്മാർ അമ്മമാർ ദയവേത് വീട്ടിൽ പറഞ്ഞിട്ട് വാ. വീണ്ടും പറയുന്നത്, ദയവേത് ബൈസ്റ്റാൻഡർമാർ നമ്മൾ പറയുന്ന ബൈസ്റ്റാൻഡർമാർ അല്ല, അത് ബാക്കി ആൾക്കാർ പറയണ്ട. അങ്ങനെ വന്നാലും പുറത്ത് താമസിച്ചേക്ക്. കാരണം ബൈസ്റ്റാൻഡർ ഇല്ലാത്ത ആൾക്കാർ കൊണ്ടുപോയ സമയത്ത് അവിടെ വെച്ച് എമർജൻസി ആകുന്നു. ഒരു 3 പ്രാവശ്യം സാർക്ക് അറിയാം ബൈസ്റ്റാൻഡർ വേണ്ട, നമ്മൾ നോക്കിക്കോളാൻ പറഞ്ഞു. ഒരു 3 പേരിനെ അവിടെ കൊണ്ടുപോയി. ഒരേ സമയത്തല്ല, വേറെ വേറെ ക്യാമ്പിലാണ്, വേറെ വേറെ സമയത്താണ്.
അവിടെ കൊണ്ടുപോയിട്ട് എമർജൻസിയായി വേറെ ഒരു ആശുപത്രിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വന്നു. അതെന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് മനഃപൂർവ്വമായിട്ട് പറയാതെ കാരണം കൊണ്ട്, പേഷ്യൻ്റ് മനഃപൂർവ്വമായിട്ട് ഉള്ള രോഗം തുറന്ന് പറയാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു എമർജൻസി ആയി. അപ്പം നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ കൊണ്ട് ചെയ്യാൻ കഴിയും. ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് കുഴപ്പമുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുപോകത്തില്ല. അത് ദയവേത് മനസ്സിലാക്കുക. അതിൻ്റെ പേര് പറഞ്ഞ് ബഹളമോ അതിൻ്റെ പേര് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. 30 അല്ല 50 അല്ല 100 കൊല്ലത്തിന് മുമ്പ് ഹാർട്ടിൻ്റെ ഒരു ചെറിയ സർജറി ചെയ്തിട്ടുണ്ടെങ്കിലും ഹാർട്ടിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ള ആൾക്കാർ നമ്മൾ കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ 6ാമത്തെ കൗണ്ടർ വരുമ്പോൾ ഒരു റെഫറൽ കാർഡ് തരും, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ഫോം തരും. അതൊക്കെ കൊണ്ട് നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് ഒപ്പ് മേടിച്ചിട്ട് ബൈസ്റ്റാൻഡറുമായിട്ട് നേരിട്ട് ഒന്ന് ചെയ്താൽ മതി. ഒവ്വൊരു മാസവും വിടാതെ ഇവിടെ ക്യാമ്പ് നടത്തി ഒവ്വൊരു മാസവും ഒരു കുറവും വരാതെ ഇത്ര, കാരണം ഈ ഒരു ക്യാമ്പാണ് എല്ലാം മുടങ്ങാതെ ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു ക്യാമ്പിൽ മാത്രമായിട്ടാണ് നമ്മൾ ടീം 30 പേർ വരുന്നത്. ബാക്കിയുള്ള ക്യാമ്പിൽ നമുക്ക് 15 പേർ അല്ലെങ്കിൽ ഒരു 18 പേർ മതി. ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത് കൊണ്ട് 30 പേരാണ് നമ്മൾ വരുന്നത്. 2 വണ്ടിയിലാണ് വരുന്നത്. ഓരോ ആൾക്ക് ഒരു കുറവ് വരുത്താതെ എല്ലാ മാസവും താമസിക്കാനുള്ള മുറിയും കഴിക്കാനുള്ള ഭക്ഷണവും ഒന്നും ചോദിക്കാതെ ഒന്നും പറയാതെ നമുക്ക് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഇല്ലാന്ന് പറയൂല. അതുപോലെ ചെയ്തു തരുന്ന റൂൾസിംഗ് സാറിനും, സാർ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദിയിരിക്കുന്നത്. താങ്ക് യു.